ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മനോഹറും സരയും വന്ന് വണ്ടിയിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയു മനോഹറിനോട് ചോദിക്കുകയാണ്, മനുവേട്ടനെ പോലെ ഒരുപാട് പേരുണ്ട് അല്ലേ? അല്ല മനുവേട്ടാ, ഈ രീതിയിൽ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടല്ലോ. അതെ 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 അതെ, എവിടെ ചെന്നാലും എന്നെ ഇതുപോലുള്ള ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ അപരൻ്റെ പേരിൽ ഒരു കാര്യം ഉറപ്പാ, എൻ്റെ അപരൻ എന്തായാലും ഒരു നമ്പർ 1 ഫ്രോഡാണ്. ഇനി അവന് കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടുമെന്ന എൻ്റെ പേടി. ഇടയ്ക്കൊക്കെ മനുവേട്ടൻ അങ്ങനെ തല്ലി കിട്ടുന്നുണ്ടല്ലോ. ഇനി അവനാണെന്ന് പറഞ്ഞ് കിട്ടുന്നതാണെങ്കിലോ? അതാണ് എനിക്കും സംശയം. അതാ മനുവേട്ടൻ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാമെന്ന്. അതിന് വലിയ താമസമൊന്നുമില്ലല്ലോ. നമ്മൾ കയറ് ബാ. മനോഹർ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ തന്നെ ചിന്തിക്കുകയാണ്, ദൈവമേ, മണക്കാലയിലുള്ള നളിനാക്ഷൻ്റെ മോള്. അവളുടെ ആങ്ങളമാരെന്നെ വെട്ടാൻ നടക്കുമായിരുന്നു. സമയത്ത് 30 പവനും 5 ലക്ഷം രൂപയേ എനിക്ക് കിട്ടിയുള്ളൂ. മനുവേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളൂ, മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ മനുവേട്ടാ. ഒക്കെ ഞാൻ അപ്പളേ കളഞ്ഞില്ലേ. വീട്ടിൽ രാഹുലും ഷാരിയും ഇരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. ഷാരി പറയാണ്, അവൻ മോളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് തന്നെ പേടിയാ. എന്തിനാ കൊണ്ടുപോകുന്നത് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കിയേ പറ്റൂ. എങ്കിൽ സത്യങ്ങൾ തിരിച്ചറിയുന്ന മോള് അവനെ കൊല്ലും. ജയിലിലേക്ക് പോകും, അതുറപ്പാ. പറയാ, അതിനു മുമ്പ് നിങ്ങൾക്ക് അവനെ കൊന്നിട്ട് ജയിലിൽ പോയിക്കൂടെ? രാഹുൽ പറയാണ്, അതുകൊണ്ട് പ്രശ്നം തീരത്തില്ലല്ലോ. പോകുന്നത് തന്നെ നല്ലത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രിമിനലിനെയാണ് അവൾ സ്നേഹിച്ചത് എന്നറിയുമ്പോൾ മോളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് കൊടുക്കേണ്ടി വരും. അപ്പോഴേക്കും മോളും മരുമോനും വന്ന്, അതായത് സരയുവും മനോഹറും കരിനാഗെടുത്ത് വളച്ചു. അപ്പം തന്നെ ഇതേ അവർ വരികയും ചെയ്തു. മനോഹർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് രാഹുലിൻ്റെയും ഷാരിയുടെയും മുഖമാണ്. അതേപോലെ തന്നെ സരയും അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഷാരിയുടെയും അച്ഛൻ്റെയും മുഖമാണ്. പുറകേറി വരുമ്പോൾ തന്നെ ഷാരി ചോദിക്കുകയാണ്, മോളെ, രണ്ടാളും കൂടി ഇത് എവിടെ പോയതാ? പെട്ടെന്ന് സരയു പറയാണ്, ഞങ്ങൾ പോകുന്നതും വരുന്നതും എവിടേക്കാണെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? മനോഹർ പറയാണ്, മോളൂനെ ഒരു മനസമാധാനവും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു മാറ്റം വന്നത്. ഇന്ന് പോയപ്പോഴുള്ള നിങ്ങളുടെ മകളല്ല ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. നോക്ക്, ഇതിനകത്തിരുന്ന് പുകയായിരുന്നു എൻ്റെ ഭാര്യ. ആണ് ഒരാശ്വാസം എൻ്റെ മോളൂന് കിട്ടിയത്. രാഹുൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീയാണോ ആ ആശ്വാസം? സരയുവിൻ്റെ ചോദ്യം. സംശയം എന്താ? മാനസിക രോഗികളുടെ ഇടയിൽ നിന്ന് ഇത്തിരി നേരം രക്ഷപ്പെടണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് എന്ന് മനോഹർ പറയാണ്. കുറച്ച് ദിവസത്തിനകം ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകുമല്ലോ. എങ്കിൽ താമസിക്കാൻ വേറൊരു വീട് കണ്ടെത്തണം. ഞാനും എൻ്റെ ഭാര്യയും മോളും മാത്രമുള്ളൊരു വീട്. അപ്പം വേണമെങ്കിലും അങ്ങനെ മാറാൻ മനുവേട്ടാ. ഏതെങ്കിലും അപ്പാർട്ട്മെൻ്റ് എടുത്താൽ മതി. 1 മാസമെങ്കിൽ 1 മാസം നമുക്ക് മാറി സന്തോഷത്തോടെ താമസിക്കാമല്ലോ. പോലെ അപ്പം തന്നെ ചിരിച്ച് കളിയാക്കിക്കൊണ്ട് പറയാണ്, ഇവൻ കുറേ മാറി താമസിക്കും. അപ്പോൾ മനോഹർ, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് നിലമറന്നാണല്ലോ സംസാരിക്കുന്നത്. അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. സരയു പറയാണ്, അമ്മായി അച്ഛനാണെന്ന് നോക്കണ്ട. കാരണം തടിക്കേണ്ട ഭർത്താനാണെങ്കിൽ കാരണത്ത് തന്നെ അടിക്കണം. ഇതിനകത്ത് ഒരു ദയയും കാണിക്കേണ്ട കാര്യമില്ല. മൂത്തവരെ തല്ലിയുള്ള ശീലയില്ല. എനിക്കതിന് കഴിയില്ല മോളൂ. സത്യം പറഞ്ഞാൽ എന്നെപ്പോലുള്ളവരുടെ പരാജയം തന്നെ അതാ. ആരെയെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ വാക്കുകൊണ്ട് പോലും നോവിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ മനുവേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് കൊള്ളും. ജീവിക്കണം എന്നൊരു തോന്നലുള്ളത് പോലും തോന്നുന്നത് മനുവേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം. ഒക്കെ കേൾക്കുമ്പോൾ രാഹുലിന് ചിരിയാണ് വരുന്നത്. ഇത്രയും പറഞ്ഞ് സരയു മുകളിലേക്ക് കയറി പോവുകയാണ്. അതിൻ്റെ പിന്നാലെ ഒന്ന് അച്ഛനെയും അമ്മയും നോക്കിക്കൊണ്ട് മനോഹറും പോവുകയാണ്. അവർ രണ്ടുപേരും മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഷാരി രാഹുലിനോട് പറയാണ്, നിങ്ങൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാ, ഷോക്കും തന്നതാണ്. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലൊരുത്തനെ കൊന്നാൽ വലിയ ശിക്ഷയൊന്നും കിട്ടത്തില്ല. പട്ട് കയറിയപ്പോൾ കൊന്നതാണെന്ന് പറയാം. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതല്ലേ ഉള്ളൂ. അതിനുശേഷം വട്ടാവുന്ന മോളെക്കുറിച്ച് എന്ത് ചെയ്യും? കൊണ്ടുപോയി പുഴുങ്ങിത്തിന്നും, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഭായിച്ചുവും കിരണും ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിക്കുകയാണ്. അവിടെ ലക്ഷ്മിയോ കാർത്തികയും ഒക്കെ ഉണ്ട്. ബൈജു ഇതൊക്കെ ഓർത്ത് നന്നായിട്ട് ചിരിക്കുകയാണ് കളിയാക്കിയിട്ട്. കിരൺ ചോദിക്കുകയാണ്, എന്തിനാടാ നീ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് ചിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ ജ്യൂസ് കൊടുക്കുകയാണ് കല്യാണിയുടെ അമ്മ. എന്നിട്ട് പറയാണ്, സദ്യക്ക് മുമ്പുള്ള ഐറ്റങ്ങളാണ് ഇതൊക്കെ. കാർത്തിക പറയാണ്, ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ സദ്യ കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ബൈജു, കല്യാണിയുടെ അമ്മയും എന്തുണ്ടാക്കിയാലും നമ്മുടെ വയറ് നിറഞ്ഞതാണെങ്കിലും അത് കഴിച്ചു പോവും. കിരൺ, അങ്ങനെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം തന്നാണല്ലോ ഇവളെന്നെ വീഴ്ത്തിയത് അല്ല കല്യാണി എന്ന് പറഞ്ഞ് കിരൺ ചിരിക്കുകയാണ്. കല്യാണി അപ്പം തന്നെ കാർത്തികയും അമ്മയും നോക്കി ചിരിക്കുക. അപ്പോൾ ബൈജു,
അളിയ അളിയനെ അങ്ങനെയൊന്നല്ല വീഴ്ത്തിയത്. അളിയൻ കല്യാണിയുടെ പട്ട് പോലത്തെ സ്വഭാവം കണ്ടിട്ട് അതിലേക്ക് പോയതാ. അപ്പോൾ കല്യാണിയുടെ അമ്മ പറയാണ്, കേട്ടോ ലക്ഷ്മി, ഇതുപോലെ ഒരാൾ ഒരിക്കലും എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയതേ അല്ല. ആ രാജപ്പനെ പോലെ ആരെയെങ്കിലും കല്യാണം കഴിച്ചിട്ട് എൻ്റെ മോളുടെ ജീവിതം തന്നെ ദുരിതത്തിലാവും എന്നാണ് ഞാൻ സംശയിച്ചത്. അങ്ങനെ ദൈവം കരുതിയാലും നിങ്ങളുടെ കണ്ണീര് മുകളിൽ ഒരാൾ കാണുന്നുണ്ടായിരുന്നു. പഴയ ദൈവങ്ങൾ കുറിച്ചിട്ട് കാണും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും താര വരികയാണ്. അപ്പോൾ കല്യാണിയും എല്ലാവരും അവരെ നോക്കുകയാണ് സന്തോഷത്തോടു കൂടി. എൻ്റെ കല്യാണി പറയാണ്, ആഹാ, ഇപ്പുറത്തെ വീട്ടിലെ കാഴ്ചകളൊക്കെ സരിയു അവളുടെ വീട്ടിലെ ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ്. അവൾ വരുന്നുണ്ട്. എന്തായാലും എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. കേവലം ഒരു DNA ടെസ്റ്റ് കൊണ്ട് എൻ്റെ അമ്മ മാറിപ്പോയി എന്ന് സംശയിക്കാൻ എനിക്ക് പറ്റില്ല. അവൾ എൻ്റെ കൂട്ടുകാരിയാണെങ്കിലും അവളെപ്പോലെ സ്വാധീനിക്കാൻ പറ്റുന്നവരാ അയലത്തുള്ളവർ. അതുകൊണ്ട് മനുവേട്ടനോട് പറയണം സത്യം അറിയണമെന്ന്. ഓ, കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയാണ്, അമ്മേ, ഇതാണ് താരേൻ്റി. ലക്ഷ്മി അമ്മയ്ക്ക് താരേൻ്റിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓ, ആ, മോളെ കാണാൻ വന്നതായിരിക്കും. ഇവിടെ വരുമ്പോൾ അവളെയും കാണാമല്ലോ. വൈശു ചോദിക്കാണ്, അല്ല എന്താ ആൻറ്റി നിങ്ങൾ കല്യാണത്തിന് വരാഞ്ഞേ? അപ്പോൾ കിരൺ പറയാണ്, എടാ അതിന് ആൻറ്റിയോട് വരാൻ പറഞ്ഞില്ലല്ലോ അങ്ങേര്. ആരെ ഇരിക്കെ, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം, കല്യാണിൻ്റെ അമ്മ പറയാണ്. ഒന്നും വേണ്ട എന്നവർ ആംഗ്യഭാഷയിൽ പറയാണ്. അപ്പോൾ കല്യാണി, ആഹാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അപ്പോഴേ നിങ്ങൾ കുടുംബക്കാരെല്ലാവരും ഒന്ന് അടുപ്പിച്ച് നിൽക്ക്, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഇത് കേട്ട് എല്ലാവരും കുടുംബക്കാർ അടുപ്പിച്ച് നിൽക്കുകയാണ്. ശരിക്കും നിൽക്ക്, സ്മൈൽ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അതൊക്കെ സരിയു അവളുടെ വീട്ടിൽ നിന്ന് നോക്കി കാണുകയാണ്. സരിയുവിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ജനൽ പെട്ടെന്ന് തന്നെ വലിച്ചടച്ചു. ഇവിടെ ഒരു വലിയ നഷ്ടം സംഭവിച്ചു. കാരണവരുത്തിയും ഇല്ലാതായിപ്പോയി. അതായത് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ കല്യാണി പറയാണ്, അതിനെന്താ, ഒരു ദിവസം നമുക്ക് അമ്മയുടെ വീട്ടിലും കൂടാം. അമ്മയെയും അച്ഛനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിരണും പറയാണ്, ആ, എപ്പോഴാ ഞങ്ങൾ ചെന്നൈക്ക് വരേണ്ടത്? അതേപ്പറ്റി ഞങ്ങൾ പറയാം മോനെ. കാലം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കല്യാണി പറയാണ്, അല്ല, ചെന്നൈയിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ അമ്മയ്ക്കും ചേച്ചിക്കും നല്ല ടെൻഷനുണ്ടല്ലോ. അപ്പോൾ കാർത്തിക, ഉണ്ട് മോളെ, നല്ല ടെൻഷനുണ്ട്. ടെൻഷനൊക്കെ ഇനി പങ്കുവയ്ക്കാലോ, എന്ന് വെച്ചാൽ ഒരു തലവേദന നമ്മളിപ്പോൾ ഒഴിപ്പിച്ചല്ലോ. അപ്പോഴേ എല്ലാവരും ഇരിക്കേ, എനിക്ക് കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട്. കടയിൽ 12:30 തന്നെ സദ്യ വിളമ്പാം. ആയിക്കോട്ടെ, ഞാനും വരാം, കല്യാണി പറയാണ്. ലക്ഷ്മി, പിന്നെ ഞങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളും സഹായിക്കാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എല്ലാവരും ചെല്ലി സമയം കളയണ്ട. അളിയ, എൻ്റെ മൊബൈലിൽ ഇന്നലത്തെ കല്യാണത്തിൻ്റെ സകല വീഡിയോ ഉണ്ട്. അച്ഛന് ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരാനുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം, ദേ നോക്കിയേ എന്ന് പറഞ്ഞ് താരേൻ്റിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ സരിയു എല്ലാം കഴിഞ്ഞ് മുറിയിൽ വന്ന് കട്ടിലിരിക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, ഇങ്ങനെ ഏത് നേരവും ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ സരിയു? എന്നോട് എല്ലാം ഷെയർ ചെയ്തില്ലേ, ഇനിയെങ്കിലും ഒന്ന് എല്ലാം റിലാക്സ് ആയിരിക്കും. റിലാക്സ് ആവണമെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ നടന്നത് എന്താണെന്നറിയണം. കൂട്ടുകാരിയെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരാ എനിക്ക് ചുറ്റുമുള്ളവർ. ആകെ ഞാനിപ്പോൾ ആശ്രയിക്കുന്നത് മനുവേട്ടനെയാണ്. ഈ കാര്യത്തിൽ മനുവേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് സത്യത്തിൽ നടന്നത് എന്താണെന്ന് കണ്ടെത്തി തരാം. മനുവേട്ടൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. അത് കുറച്ച് റിസ്ക്കാ. എത്ര റിസ്ക് ആണെങ്കിലും ശരി, എൻ്റെ മോളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും. ഇനിയും ഒരുപാട് കാലം ജീവിക്കണം എന്ന് മോഹം ഉണ്ടാകുന്നത് തന്നെ മനുവേട്ടനെ പോലെയുള്ള ഒരാൾ കൂടെയുള്ളതുകൊണ്ടാണ്. അതേ മോളെ, എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്നെയും നമ്മുടെ കുഞ്ഞിനെയും മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. ടെൻഷൻ നിന്നേക്കാൾ കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് എന്നെയാണ്. എനിക്കറിയാം മനുവേട്ടാ, എൻ്റെ ലോക്കറിലിരിക്കുന്ന സ്വർണ്ണമെല്ലാം മനുവേട്ടൻ എടുത്ത് വിറ്റിട്ട് ബാങ്കിലിടണം. നമ്മൾ പോകുമ്പോൾ അതൊക്കെ ഒരു ബാധ്യതയായിരിക്കും. അതൊന്നും വേണ്ട. ഇതാ മനുവേട്ട എനിക്കിഷ്ടപ്പെടാത്തത്. ഞാനിത് എത്രയോ ദിവസം മുമ്പ് പറഞ്ഞതാ. അപ്പോഴല്ലേ അച്ഛനും അമ്മയും വന്ന് വേണ്ടെന്ന് പറഞ്ഞത്. അവർ പറയുന്നതാണോ മനുവേട്ടൻ കേൾക്കേണ്ടത്? മോളൂ, അവരല്ലേ എനിക്ക് സ്വർണം തന്നത്. അപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനതിൽ കണ്ണുവെക്കുന്നത് ശരിയാണോ? അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് മനുവേട്ടൻ ഉറപ്പായും ലോക്കറിൽ നിന്നും സ്വർണ്ണം എടുത്ത് വിൽക്കണം. അതൊക്കെ നമുക്ക് സാവകാശം ആലോചിക്കാം മോളൂ. ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ പറയാണ്, അതെ, എനിക്ക് വലുത് സ്വർണ്ണമല്ല, സ്വർണത്തേക്കാൾ മൂല്യമുള്ള എൻ്റെ ഭാര്യയാണ് എനിക്ക് വലുത്. കേട്ടതും സരിയു മനോഹറിൻ്റെ ചുമലിൽ ചാരി നിൽക്കുകയാണ്. അപ്പോൾ മനോഹർ ചിന്തിക്കുന്നതോ, 150 പവനുണ്ട്, ഇങ്ങനെ കളിച്ചാലും 1 കോടിക്കടുത്ത് വരും. ഇവരുടെ ബാങ്കിൽ കിടക്കുന്ന പൈസയെല്ലാം കിട്ടിയാൽ എൻ്റെ കാര്യം ഓക്കെ ആയി. അപ്പോൾ സരിയു ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്താ ആലോചിക്കുന്നത്? മോളോ, ഏത് വഴിയിൽ അന്വേഷണം തുടങ്ങണമെന്ന് ആലോചിക്കായിരുന്നു.
എന്തായാലും ഇന്നോ നാളെയോ കിട്ടേണ്ട ഉത്തരം മോളൂന് കിട്ടിയിരിക്കും. മനോഹർ അപ്പോൾ ചിന്തിക്കുകയാണ്, ഉത്തരം എന്താണെന്ന് എനിക്കറിയാലോ. കുറുക്കൻ്റെ കയ്യിൽ തന്നെയാണ് എന്തായാലും താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ആ ലോക്കറിൻ്റെ താക്കോൽ കൂടി കിട്ടിയാൽ പിന്നെ ഊട്ടി. പിന്നെ ഷാരിയും രാഹുലും എന്തു ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് മനോഹർ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. രണ്ടുപേരുടെയും നിപ്പ് കണ്ട് മനോഹർ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഹാ 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 എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ചിരി നിർത്തുന്നില്ല. അപ്പോൾ ഷാരി ചോദിക്കുകയാണ്, എന്താടാ ഇങ്ങനെ ചിരിക്കുന്നത്? എന്താണെന്ന് അറിയില്ല, എനിക്കിപ്പം നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ ചിരി വരിക. അപ്പോൾ രാഹുൽ പറയാണ്, ഞങ്ങളെന്തായാലും കോമാളികളാണല്ലോ നിന്റെ ദൃഷ്ടിയിൽ. കോമാളികൾ മാത്രമല്ല, കോവർ കഴുതകളുവാ. നിങ്ങളുടെ മോള് ഇപ്പം എന്നെ അടക്കി പിടിച്ചിരിക്കുക. അവക്കിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. നീയോ ഏത് നിമിഷവും എൻ്റെ മോളെ കരയിച്ചിട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നവനാ നീ. അവൾക്കറിയില്ലല്ലോ, അവളുടെ ദൃഷ്ടിയിൽ എന്നെ അവൾക്കിപ്പോൾ ജീവനാണ്. ഞാനും കൂടി അവളെ കൈവിട്ടാൽ പിന്നെ നിങ്ങൾക്ക് കാണാം ഫാനിൽ കൂടി കറങ്ങിയാടുന്ന സരേവിനെ. അവളെ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ കൈവിടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ. മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥിക്ക്. അപ്പോൾ രാഹുൽ പറയാണ്, എന്നായാലും നീ അവളെ ഒഴിഞ്ഞു പോയല്ലേ പറ്റൂ. ഇങ്ങനെ ഒഴിയണ്ട എന്നൊക്കെ ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഞാൻ അപ്രത്യക്ഷനാവും. പിന്നെ ഒരു പൊടിക്ക് പോലും പിന്നെ കിട്ടത്തില്ല. പിന്നെ മരുമോനെ കാണാതായി ഒരുപാട് നിങ്ങൾ അന്വേഷിക്കും. പിന്നെ അവൾ ശാന്തമായിട്ട് കുഞ്ഞിനൊപ്പം അങ്ങ് ജീവിച്ചോളും. എടാ, ഞങ്ങളെ മോളെ ഞങ്ങൾ അറിഞ്ഞതുപോലെ നീ അറിഞ്ഞിട്ടില്ല. നീ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ മോൾക്ക് ഭ്രാന്ത് വരും. പോകണ്ടെന്നാണോ പറയുന്നത്? എനിക്ക് അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാക്കി തന്നാൽ ഞാൻ വേണമെങ്കിൽ പോകാതിരിക്കാം. ഇതിന് രണ്ടാൾക്കും താല്പര്യമില്ലല്ലോ. ഭാര്യ പറയാണ്, നീ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ലടാ. ഈ കലിയുഗത്തിൽ ദുഷ്ടന്മാരെ പന പോലെ വളർത്തും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലുള്ളൊരു പനയാണ് ഞാനിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പോക്ക് വെച്ച് നോക്കുമ്പോൾ അധിക കാലമൊന്നും ഈ ലോകം കാണത്തില്ല. അതുകൊണ്ട് ദുഷ്ടനായ ഞാനും നിങ്ങളുമൊക്കെ ഒന്നിച്ചായിരിക്കും പോകുന്നത്. കൊരവിട്ടുകൊണ്ട്. അതുകൊണ്ട് ഇനി പുണ്യത്തെപ്പറ്റിയും പാവത്തെപ്പറ്റിയും ഒരു ചിന്തയുമില്ല. എന്നെയൊക്കെ കലിയുഗത്തിൽ ജനിപ്പിക്കാൻ ഞാൻ ദൈവത്തോട് പറഞ്ഞായിരുന്നോ? ഇപ്പം ജനിപ്പിച്ചു പോയില്ലേ. ഇപ്പോൾ കലിയുഗം സത്യമാണെന്ന് വരുത്തി തീർക്കാൻ ഇനിയുള്ള മനുഷ്യർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ തെറ്റുകൾ ചെയ്താലേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതാണ് എൻ്റെ തിയറി. മനോഹരമായ തിയറി. കേട്ടേ മനോഹർ വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ്, ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പോവുക. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആയാലും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കെ. പരസ്പരം കലി വരുമ്പോൾ കഴുത്തിന് കയറി പിടിക്കും. എൻ്റെ മേക്കിട്ട് കയറാൻ നോക്കാതെ. രണ്ടുപേരും പരസ്പരം എന്താണെന്നറിയാതെ വിഷമത്തോടെ നോക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ പ്രകാശനെയാണ്. പ്രകാശൻ്റെ അടുത്ത് രാജപ്പൻ പോയിരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാണ്, പ്രകാശൻ സാറിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്നുണ്ടായൊരു സ്ട്രോക്ക്, ഒരു നെഞ്ചുവേദന. അല്ല, ഇനിയിപ്പം നിനക്കെന്ത് വന്നാലും എനിക്കൊന്നുമില്ല. എനിക്ക് തരാനുള്ള പണം നീ എത്രയും പെട്ടെന്ന് തന്നെ തരണം. രാജപ്പണ്ണ, ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാണ് രാജപ്പണ്ണ? നീ എന്നെ അണ്ണോ എന്ന് വിളിക്കണ്ട. രാജപ്പ എന്ന് വിളിച്ചാൽ മതി. എനിക്കെൻ്റെ പൈസ കിട്ടണം. ചില്ലറയൊന്നുമല്ല നീ വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. വിക്രത്തോട് ഞാൻ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ. വിക്രത്തെ കണ്ട് സംസാരിച്ചായിരുന്നോ? അയ്യോ, സംസാരിച്ച് അവന് ഷെയർ വാങ്ങിക്കാൻ പോയി. പക്ഷേ പട്ടി ചന്തക്ക് പോയ കണക്ക് തിരിച്ചു പോന്നു. എടാ, അവരൊക്കെ മിടുക്കിക്കടാ നിൻ്റെ പെമ്മക്കൾ. കല്യാണിയും കാർത്തികയും ഒക്കെ വലിയ സെറ്റപ്പിലാ. നിനക്ക് അവരുടെയൊക്കെ ഒരു രോമത്തിൻ്റെ വിലയിലോടാ. പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്? നിൻ്റെ മോളായിട്ട് ജനിച്ചു എന്നല്ലാതെ കല്യാണി എന്ത് തെറ്റാടാ നിൻ്റെ അടുത്ത് ചെയ്തിരിക്കുന്നത്? ഇന്നിപ്പോൾ പോവണ്ണ, എനിക്ക് നെഞ്ചുവേദന പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. വേണ്ടതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമണ്ണ, എനിക്ക് വയ്യ. എടാ, നീ എനിക്ക് ഇതിനു മുമ്പേ ഒരു 10 ലക്ഷം രൂപ തരാനുള്ളപ്പോൾ എനിക്കതിൻ്റെ മുതലും പലിശയും തീർത്തു തന്നത് ആ കല്യാണിയാ. പോയി അങ്ങോട്ട് ചെന്ന് ഇരക്കടാ. കല്യാണിയുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ട്, അല്ലെങ്കിൽ കാല് പിടിക്കടാ. ഒന്നുമല്ലെങ്കിൽ എൻ്റെ കടം തീർക്കടാ. അവളാണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. ഒരിക്കലും നിൻ്റെയും നിൻ്റെ മോൻ്റെയും നിൻ്റെ അമ്മയുടെയും സ്വഭാവം മാറാൻ പോകുന്നില്ല. അതാ നിന്നെ ഈ രീതിയിൽ ആക്കിയത്. നിനക്കൊക്കെ കണ്ണുണ്ടെന്നേയുള്ളൂ, ആ കണ്ണിന് കാഴ്ചയില്ല. മര്യാദയ്ക്ക് പണം തന്നോളണം, ഇല്ലെങ്കിൽ നിൻ്റെ നെഞ്ച് ഞാൻ ഇടിച്ചു പൊട്ടിക്കും. നിങ്ങൾക്ക് എന്നെ കൊല്ലണോ? കൊല്ലണ്ണ എന്നെ.
എനിക്കിപ്പോൾ മരിക്കാൻ ഒരു മടിയുമില്ല. നീ എൻ്റെ ക്യാഷ് തന്നിട്ട് മരിച്ചാൽ മതി. ചില്ലറയൊന്നുമല്ല വാങ്ങിച്ചിരിക്കുന്നത്, എന്നിട്ട് വന്ന് കിടക്കുക. എൻ്റെ ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞ് രാജപ്പൻ എൻ്റെ കാശ് പോയി എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഓരോന്നും വിലപിച്ച് പറഞ്ഞ് കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.